നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ ആക്ച്വലാ നിങ്ങൾ നോക്കിയെങ്കിൽ സ്വർണത്തിൻ്റെ വില 13,700 ചെന്നിരിക്കുന്നു. അല്ല, ഈവനിംഗ് തന്നെ 13,550 പോയായിരുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് ആൽമോസ്റ്റ് 15,000 ടച്ചായി. വെള്ളി 660 എന്ന് പറയുന്നു, പക്ഷേ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 632 ആണ്. ഗോൾഡ് 3,980 വരയ്ക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ 4,177 ആണ് ചെന്നിരിക്കുന്നത്. ഡോളേഴ്സിലാണിത്. കച്ച എണ്ണയുടെ വില ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 180 പോയിന്റ് വരയ്ക്കും ഏറിയ നിഫ്റ്റി 85 പോയിന്റ് വരയ്ക്കും ഇറങ്ങിയിരിക്കുന്നു. ദാറ്റ് ഇസ് +85. ഇപ്പോൾ 92-93 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി 3 ആവുന്നു. എപ്പോൾ ഇത് തീരുമെന്ന് പറയാൻ പറ്റൂല. ബാങ്ക് നിഫ്റ്റി +10 ഇരുന്നത് ഇപ്പോൾ -90. എന്ത് ചെയ്തു എന്നാൽ ഇന്ന് IT സ്റ്റോക്ക് തിരികെ കയറ്റിയിരിക്കുന്നു. IT സ്റ്റോക്സിനെ മാത്രമല്ല, ഇപ്പോൾ ഗോൾഡ് റേറ്റഡ് സ്റ്റോക്സിനെ അവർ കയറ്റിയിരിക്കുന്നു. ടെൽ 1.7, ആർമ 1.6, ഇറ്റി 1.4, FMCG 0.4, ഓട്ടോ -0.1. പറഞ്ഞതുപോലെ ഇൻഡെക്സിന് ഉരുട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇത് എല്ലാവർക്കും നമുക്ക് ഭയങ്കര കൊണ്ടാട്ടമാണ്. തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 6%, മുത്തൂട്ട് 4%, HCL ടെക് 4%, മണപ്പുറം 3%, ടാറ്റ സ്റ്റീൽ 2.2%, റെഡ്ഡി 2%, സൺ ഫാർമ 2%, വിപ്രോ 1.7, ഡിവിസ് 1.4, സൈഡസ് 1.2. തങ്കമേൽ മാത്രം തന്നെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരേടിയായിട്ട് 10% മുകളിൽ കയറിയായിരുന്നു. ഓവറോൾ നോക്കിയാൽ US പേറോൾ ഗ്രോത്ത് സ്ലോ ആയിരിക്കുന്നു. ഇത് എത്രയും ദൂരം ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ആകുമെന്ന് വിചാരിച്ചാൽ അത്രയും ദൂരമൊന്നും എക്സ്പാൻഡ് ആയില്ല. ഇത് കാരണം എന്തായെന്ന് വെച്ചാൽ ഇപ്പോൾ റേറ്റ് ഹൈക്ക് വരില്ല എന്ന ഒരു സന്തോഷത്തിൽ ഗോൾഡിന് ഗുജാൽസ് ചെയ്യാൻ വിട്ടിരിക്കുന്നു. ഗോൾഡ് ഗുജാൽസ് ചെയ്ത ഉടനെ നമ്മളെ സ്ഥലത്തിലും ഗുജാൽസായി. ഒരു ബാഡ് ന്യൂസ് എന്തായെന്ന് വെച്ചാൽ റുപ്പി കുറച്ച് ദിവസം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ നോക്കി തിരിഞ്ഞു നോക്കുന്നത് അകത്ത് ഇവിടെ വിழுന്ന് 95.40 വന്നു. എണ്ണ ഇറങ്ങിയാലും രൂപ കാലിയാവുമെന്ന് നിങ്ങൾക്ക് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇത്രയും തലകുത്തി നിന്നാലും രൂപയെ രക്ഷിക്കാൻ പറ്റൂല. ഉള്ളക്കാരെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ടാണ് പ്രോബ്ലം. എന്നിട്ട് ക്യാപിറ്റൽ ഫ്ലോസ്, ഡോളർ ഡിമാൻഡ് എന്തൊക്കെയോ പറഞ്ഞ് രൂപയെ 95-35 എടുത്തുകൊണ്ട് പോയി. ഇപ്പം ഡോളറിനെ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾക്ക് 2,19,000 കോടി നഷ്ടമായി. ഇത് കാരണം ഞങ്ങളെ കൊണ്ട് റേറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല എന്ന ഒരു ന്യൂസിനെ പറയുന്നു. അയ്യാ, ടാക്സിനെ ഇട്ട് നിങ്ങൾ കഴിക്കുന്നു. ടാക്സിലിരുന്ന് തന്നെ ആ 2,20,000 കോടി നിങ്ങൾക്ക് തരാൻ പറ. നിഫ്റ്റി IT ഇത്രയും ദിവസം കയറ്റിയാലും 210 മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. ഇത് കാരണം നെഗറ്റീവ് ട്രെൻഡ് തന്നെ. ഇൻഫോസിസ് 33 വർഷത്തിൽ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പീരിയഡ് ആണ് പറയുന്നത്. ഈ വർഷത്തിൽ 37%, ഈക്കിലിരുന്ന് ആൽമോസ്റ്റ് 50% കീഴിറങ്ങിയിരിക്കുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് HCL കയറിയിരിക്കുന്നത്? 3 കൊല്ലം കഴിഞ്ഞ് റെക്കോർഡ് ഡീൽ വന്ന് $1.14 ബില്യൺ അവർ കൈയെഴുത്തിട്ടിരിക്കുന്നു. ഒരു ഫോർച്യൂൺ ക്രിപ്സ് കമ്പനിയുടെ ഒപ്പം AI ഇരിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഏറിയിരിക്കുന്നു. ടെക് മഹേന്ദ്ര ഒരു ഇറ്റാലിയൻ കമ്പനിയെ വാങ്ങി, ഒരു ഡിസൈൻ കമ്പനി സ്റ്റെപ്പ് സബ്സിഡറി എന്ന് പറഞ്ഞ് അവർക്ക് 750 കോടി രൂപയുടെ അടുത്ത് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നു. 5 വർഷത്തിൽ 4 വർഷം ലാസാ ചെയ്തിരിക്കുന്നു. ഇത് ഇന്നൊരു സസാന്യം പോലായി ഓണ്ടിയാകുമോ എന്നൊരു പേടിയുണ്ട്. നീൽകണ്ഠ് എന്ന് പറഞ്ഞാൽ ശിവന്റെ പേരാണ്. നീൽകണ്ഠ് മിശ്ര എന്നൊരാളിരിക്കുന്നു. അവർ തലവർ മോഡിയുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു, അതായത് അഡ്വൈസറി ഗ്രൂപ്പിൽ. അവരെന്ത് പറയുന്നു എന്നാൽ AI കാരണം IT ജോബ് ട്രാൻസ്ഫോം ആകുമെന്ന് പറയുന്നു. ജോലി പോവർക്ക് എന്താണ് വില എന്ന് പറയുന്നില്ല. ടാറ്റ സ്റ്റീൽ എന്ത് പറയുന്നു എന്നാൽ അല്ലെങ്കിൽ ഈ വർഷം കുറച്ച് ബ്രേക്ക് വേണം, പ്രോഫിറ്റ് ചെയ്യും. 100 ബില്യൺ വരയ്ക്ക് ഒരു എവിറ്റ വന്നിരിക്കുന്നു. അലണ്ട് എന്ന് പറയുന്നത് നെതർലാൻഡ്സ് ആണ്. നെതർലാൻഡ്സിൽ ഇനി കാശ് ഇടണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. UK പ്രോഫിറ്റ് ഇന്ന് 3 വർഷം തള്ളിയിടുന്ന കാരണം ഇന്നും കാശ് ഇടുന്ന പോലെ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇരിക്കും. പുതിയ ബിസിനസ്സിൽ ഒരേ ലാഭം വരുന്ന കാരണം ഇതിനടുത്ത് വെളിനാട്ടിൽ അയക്കേണ്ട ഇന്നൊരു പ്ലാനും ഇട്ടിട്ടുണ്ട്. ടാറ്റ പവർ എന്ത് പറയുന്നു എന്നാൽ പബ്ലിക്കായിട്ട് EVയെ ചാർജ് ചെയ്യാൻ EV ചാർജസ് വച്ചിരിക്കുന്നു. 2030 അകത്ത് അതിനെ 10,000 എക്സ്പാൻഡ് ആയിരിക്കുന്നു. അകത്ത് 10,000 സ്ഥലങ്ങളിൽ പബ്ലിക് ചാർജർ ഉണ്ടായിരിക്കും. ഞങ്ങൾ വന്നിട്ട് കാറിനെയും ബൈക്കിനെയും ചാർജ് ചെയ്യാം. TVS എന്ത് ചെയ്തു എന്നാൽ പുതിയ സാധനം ചെന്നിരിക്കുന്നു. അവരാണ് ഇന്ത്യസ് ലാർജസ്റ്റ് 2 വീലർ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. സ്കൂട്ടറിനെയും ചേർക്കുവാണെങ്കിൽ 5,61,000 വണ്ടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇത് വന്നിട്ട് ഈ ജൂപ്പിറ്റർ, പിന്നെ ബൈക്ക്, ഇലക്ട്രിക് ബൈക്ക് ആയിട്ട് ജൂപ്പിറ്ററിലും
ഇലക്ട്രിക്കൽ ബൈക്കിൽ 1 മില്യൺ പീസ് വിറ്റ കാരണം കൊണ്ട് തന്നെ അവർ ലീഡിനൊക്കെ താണ്ടിപ്പോയിരിക്കുന്നു. ആ ലീഡിനെ മറ്റവരെ കൊണ്ട് പിടിക്കാൻ പറ്റുമോ എന്നത് നമുക്കിപ്പം പറയാൻ പറ്റൂല. അമ്മ വന്നിട്ട് ചൈനയിൽ മാത്രമേ ആരും വാങ്ങുന്നില്ല, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ഗ്ലോബലായിട്ട് പർച്ചേസിങ് നടക്കുന്നു. ഇലക്ട്രോണിക്സ് എന്തായെന്ന് വന്നാൽ ഇപ്പോൾ ഫാൽസ്കോമിനെക്കാട്ടിലും വലിയ ആളായി. അസ്കോണ്ടൊപ്പം ഇരുന്ന് ഐഫോൺ ഇൻപുട്ട് അസംബ്ലിയിൽ നമ്പർ 1 പൊസിഷൻ ആയിരിക്കുന്നു. എഹൽ മിസ്ത്രി രതൻ ടാറ്റയുടെ ഫ്രണ്ട് R&D അസോസിയേഷൻ ബോർഡിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുന്നു. ആരും ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, ഞാനും ആരും പറയണത് കേൾക്കൂല എന്ന് പറഞ്ഞ് ബൽട്ടി അടിച്ച് റിസൈൻ ആയിരിക്കുന്നു. രതൻ ടാറ്റയുടെ 2 സിസ്റ്ററും ടാറ്റയും ഈ ബോർഡിൽ ഇരിക്കുന്നു. RBI എന്ത് പറയുന്നു എന്നാൽ ടാറ്റ സൺസിന് ടെൻഷനിൽ തന്നെ വച്ചിരിക്കുന്നു. അപ്പം ഈ ട്രസ്റ്റിൽ ഒരുപാട് കാശ് ഇരിക്കുന്ന സമയം വരട്ടെന്ന് പറഞ്ഞ് കൊക്കൈൻ ഇട്ട് വച്ചിരിക്കുന്നു. അടുത്തത് ബജാജ് AUM 24% കയറി 1.5 ലക്ഷം കോടിയായിട്ട് കയറിയിരിക്കുന്നു. അക്കേജ് ഫുഡ്സ് ഈ ITCയിൽ പറഞ്ഞതുപോലെ ഇരിക്കുന്നത്. നെസ്ലെ, ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഇത് തന്നെ അടുത്ത ഗ്രോത്ത് ഏരിയ എന്ന് JP മോർഗൻ പറയുന്നു. ചിപ്സൊക്കെ ഇന്നലെ ഇറങ്ങിയായിരുന്നു, റെക്കോർഡ് ഹൈ. എസ്പെഷ്യലി ഇന്റൽ, മൈക്കോൺ ഇതുപോലത്തെ ചിപ്പ് കമ്പനിയൊക്കെ 100% ഗോവിന്ദോ ആയിരിക്കുന്നു. ട്രംപിൻ്റെ അലയൻസ് ഫെഡറൽ റിസർവിന് എങ്ങനെയെങ്കിലും തിരികെ മാറ്റണമെന്ന് ശ്രമിക്കുന്നു. ഗൂഗിൾ വന്നിട്ട് 4.1 ബില്യൺ യൂറോ ഫൈൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈനൽ അപ്പീലും കൈവിട്ട് പോയി. $1 ബില്യൺ അവർ ഫൈൻ കട്ടി തന്നെ ആവണം, $1 ബില്യൺ ഫൈൻ കട്ടി തന്നെ ആവണം. US വന്നിട്ട് ഇറാൻ്റെ അടുത്ത് വാൺ ചെയ്തിരിക്കുന്നു. അത് ഇസ്രായേൽ ത്രെട്ട് ചെയ്യും അന്തർ ടാക്സ് എന്ന്. ഇവരെയും തനിയായിട്ട് ഇസ്രായേലും തനിയായിട്ട് ഡീൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ മൊത്തത്തിൽ 2-3 ദിവസം കൊണ്ട് കട്ടിയില്ല എന്ന് മാർക്കറ്റ് വിചാരിക്കുന്ന കാരണം ഗോൾഡ് ബൾട്ടി അടിച്ച് 995 4150 കഴിഞ്ഞ് നിന്നുകൊണ്ടിരിക്കുന്നു. വായും വീക്കായിരിക്കുന്ന കാരണം ഇന്ത്യയിൽ 24 ക്യാരറ്റ് ഗോൾഡ് 15,000 കഴിഞ്ഞു പോകും. 6 മാസം വീക്ക്നെസ് വരുമെന്ന് പറഞ്ഞത് വരൂല എന്ന് തോന്നുന്നു. അമേരിക്കൻ ഇൻട്രസ്റ്റ് റേറ്റ് മേൽ പുനയടിക്കുന്നവരേക്കും അതുകൊണ്ട് വ്യക്തമായി പറയാൻ പറ്റില്ല. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.